ഹലോ കൂട്ടുകാരെ, ഇന്ന് 24-ാം തീയതിയാണ് കേട്ടോ. രാത്രി 10:30 സമയം. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 25-ാം തീയതി ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളിലേക്കും പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാൻ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെയും ക്രിസ്തുമസിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് നേരുകയാണ്. ഞങ്ങൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 10:30 10:45 കൂടി കരോൾ മത്സരം എന്ന് പറഞ്ഞായിരുന്നു. 4 ഗ്രൂപ്പാണ് കേട്ടോ നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ ഇടവക ഒരു കൊച്ചിടവകയാണ്. ഒരു 53 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇടവകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ പേര് ഫാദർ റോജി വലിയൽ എന്നാണ്. അച്ഛനാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ എല്ലാവരോടും നന്നായിട്ട് ഇടപഴകി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാകുന്ന ഒരു അച്ഛനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരു കരോൾ മത്സരം തീർന്നിരുന്നു. രണ്ടാമത്തെ കരോൾ മത്സരം ഞങ്ങളുടെ ആയിരുന്നു. 3ഉം 4ഉം കഴിഞ്ഞതിന് ശേഷം ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിന് തന്നെയായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞ് വന്നിട്ട് 16 വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിന് കരോൾ ഗാന മത്സരത്തിന് ആദ്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷം. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഞങ്ങളൊരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അത്രേ പ്രതീക്ഷിക്കാറുള്ളൂ. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് കിട്ടിയതിൽ ഞങ്ങൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ്. കാര്യങ്ങൾ എന്താ പറയുക, ചെറിയൊരു മത്സരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനമായിരിക്കും, ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും നമുക്കതിൽ കിട്ടുന്ന ആ ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു വലിയ സന്തോഷത്തിൻ്റെ തുടക്കം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാ ഗ്രൂപ്പിലും പാപ്പാമാരും ക്രിസ്മസ് പാപ്പന്മാരും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, അത് 1-2 ഗ്രൂപ്പ് ഫസ്റ്റത്തെ ഞാൻ കണ്ടില്ല കേട്ടോ. അതിനിടയ്ക്ക് ഒരു ഗ്രൂപ്പിന് മാത്രം ഔസ്തപിതാവിനും മാതാവിനെയും കണ്ടില്ല. അവർ മാലാഖമാർ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. കൊച്ചുകുട്ടികൾ ഒരുപാടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അത്. എല്ലാവരും വളരെ തികഞ്ഞ സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് പല പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇങ്ങനത്തെയൊക്കെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നേരമാണെങ്കിലും അത് നമുക്ക് സന്തോഷം ലഭ്യമാക്കുന്നുണ്ട്. എല്ലാ ഇടവകകളിലും ക്രിസ്തുമസിൻ്റെ ആഘോഷങ്ങൾ ഒരുപാട് കൂട്ടായ്മ ഉള്ളിടത്ത് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൊച്ചിടവകയായ കാരണം ചെറിയ രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് യുവദീപ്തിയുടെ അംഗങ്ങൾ ഒരു ട്രീ തയ്യാറാക്കിയായിരുന്നു. അതായത് സമ്മാനപ്പൊതികളെല്ലാം കെട്ടിവെച്ചിട്ട് ഒരു ട്രീ, അത് ക്രിസ്മസ് ട്രീ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് ചുറ്റും മാലവിളക്കൊക്കെ അണിയിച്ച് വളരെ മനോഹരമാക്കിയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ കരോൾ ഗാന മത്സരം കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാനയായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുർബാനയ്ക്ക് എല്ലാവരും കൂടി കയറുകയായിരുന്നു കേട്ടോ. കുർബാനയ്ക്ക് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഈ യുവതിക്ക് ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയിൽ നിന്നും സമ്മാനപ്പൊതികൾ കിട്ടുന്നതിന് വേണ്ടി 20 രൂപയാണ് ഒരു പൊതിക്ക് അവർ പറഞ്ഞിരുന്നത്. പൊതി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം സമ്മാനം പൊതിഞ്ഞ ഇതിനാണ് പൊതി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു ഭാഷ പറഞ്ഞേ ഉള്ളൂ. അപ്പം അത് 20 രൂപയാണ് കേട്ടോ അതിന്. അപ്പോൾ എല്ലാവരും 20 രൂപ കൊടുത്തത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതുമൊരു നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ പുറത്ത് കാണുന്ന നമ്പറാണെങ്കിൽ പോലും അത് ഇപ്പോൾ എനിക്ക് 22 ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഞാൻ ആ 22 എന്ന് പറയുമ്പോൾ എനിക്ക് ആ പൊതി എടുത്ത് തരും. പക്ഷേ ആ പൊതി അഴിച്ച് നോക്കുമ്പോൾ ആ സമ്മാനത്തിൻ്റെ ഉള്ളിലും എന്തുണ്ട്, ഒരു പൊതിയുണ്ട്, ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാവരും എടുത്ത് നോക്കി. അപ്പം അതിൽ ഒരു 3 പേർക്ക് സമ്മാനം കിട്ടി, ഫസ്റ്റ് സെക്കൻഡും തേർഡ് കേട്ടോ. ഫസ്റ്റ് കിട്ടിയ ആൾക്ക് കിട്ടിയത് താറാവാണ്. താറാവിന് പിന്നെ അവിടെ ലേലം വിളിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കുഞ്ഞുമക്കളുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അവർ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മെനഞ്ഞെടുത്ത ഒരു പരീക്ഷയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു. പക്ഷേ കൊച്ചു പിള്ളേരാണെങ്കിലും അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അതിന് വേണ്ടി അധ്വാനിച്ചു. നല്ല രീതിക്ക് തന്നെ അവർ അത് കളിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അതിന് ടീച്ചർമാർ ഒരുപാട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 ദിവസമാണെങ്കിലും അവരൊന്ന് വിളിച്ച് ചേർക്കാനും ഒന്ന് ഒരുമിച്ച് നിർത്താനൊക്കെ ആയിട്ട് ഇച്ചിരി പാടുള്ളതാണ് കൊച്ചു പിള്ളേരൊക്കെ ആകുമ്പോൾ. എങ്കിലും അവരെല്ലാവരും വിളിച്ച സമയത്ത് ഓടി വരികയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയത്തക്ക ഇതെന്ന് പറയണത്, എല്ലാവരും അവസാനിക്കുന്നോടം വരെ എല്ലാ കാര്യത്തിനും സഹകരിച്ചു എന്നുള്ളതാണ്. കാരണം ചിലപ്പം വയ്യായികയുള്ളവരും എല്ലാവരും
അത് പ്രായഭേദമന്യേ എല്ലാവരും അവസാനിക്കുന്ന സമയം വരെ എല്ലാത്തിനും സഹകരിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ വയ്യ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോകുമല്ലോ, പക്ഷെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. Dashing through the snow in a one-horse open sleigh, over the we go, laughing all the way. Bells on bobtails ring, making spirits light. What fun is to ride and sing a sleighing song tonight. Hey, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun is to ride in a one-horse open sleigh. പൈതലായി യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലായി യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ആഹാ ആഹാ ആഹാ. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടു പാടിയുറക്കിടുവാൻ, താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ പാടിയുറക്കിടുവാൻ, താരാഗണങ്ങളാൽ ആഗതരാകുന്നു വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ, വാനാരൂപികൾ ഗായക ശ്രേഷ്ഠർ. പൈതലായി യേശുവേ പൈതലായി യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ